ദീപാവലി ഓഫറിൽ വെറും 5849 രൂപയ്ക്ക് വാങ്ങാവുന്ന ഒരു ഷവോമി സ്മാർട്ട് ഫോൺ, ഷവോമിയുടെ റെഡ്മി A1 എന്ന സ്മാർട്ട് ഫോണിനെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് റെഡ്മി A1 എന്ന സ്മാർട്ട് ഫോൺ അൺബോക്സ് ചെയ്ത് എന്തൊക്കെയാണ് ഈ വിലയിൽ ഈ ഒരു ഫോണിനകത്തുള്ളത് എന്ന് പരിശോധിക്കും. അപ്പോൾ ഈ ഒരു റെഡ്മി A സീരീസിന്റെ പ്രത്യേകത, ഏറ്റവും വിലക്കുറവിൽ ഷവോമി, അതായത് ബജറ്റ് ഫ്രണ്ട്ലി പ്രൈസ് റേഞ്ചിൽ ഷവോമി വിൽക്കുന്ന സ്മാർട്ട് ഫോണുകളാണ് റെഡ്മി A സീരീസ് ഫോണുകൾ. അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ A സീരീസിലെ പല ഫോണുകളും പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഒരു ഫോണിന്റെ പ്രധാന പ്രത്യേകതകൾ ഇതിന്റെ ബാക്കിൽ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ബോക്സ് ഒക്കെ കണ്ടില്ലേ, സാധാരണ റെഡ്മിയുടെ വില കൂടിയ ഫോണുകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ബോക്സ് ആണ്. ഇതായിരിക്കും നമ്മുടെ സ്മാർട്ട് ഫോൺ. കയ്യിൽ പിടിച്ചു കഴിഞ്ഞാൽ ആ ഒരു വിലക്കുറവ് ആ ഒരു കയ്യിൽ പിടിക്കുമ്പോൾ ഉള്ള രീതിയിൽ നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. കണ്ടില്ലേ, പേപ്പർ ബോക്സിനകത്ത് ഇവിടെ ഒരു കട്ടൗട്ടൊക്കെ കാണുന്നു. എനിവേ, ഇതിനകത്ത് എന്തായാലും ചാർജർ കൊടുത്തിട്ടുണ്ട്. 10 വാട്ടിന്റെ ഒരു ചാർജറാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനോടൊപ്പം വരുന്നത്. ചാർജിങ്ങിന് വേണ്ടിയിട്ടുള്ള കേബിൾ എന്ന് പറയുന്നത് A2 മൈക്രോ USB കേബിളാണ്, ടൈപ്പ് സി അല്ല. അപ്പോൾ ഈ ഒരു 5849 രൂപയ്ക്ക് വാങ്ങാവുന്ന സ്മാർട്ട് ഫോണിനകത്ത് നമുക്ക് ഒരു കുറ്റവും പറയാൻ പറ്റില്ല. കാര്യം ഈ പ്രൈസ് റേഞ്ചിൽ ഇതിൽ കിട്ടുന്നതെല്ലാം ബോണസ് എന്ന് വേണം കരുതാൻ. അതുകൂടാതെ ഒരു യൂസർ മാനുവൽ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഫോണിന്റെ ബോക്സിനകത്ത് ഇതോടൊപ്പം വരുന്നത്. ഫോണിലേക്ക് വരുമ്പോൾ ഇതായിരിക്കും നമ്മുടെ സ്മാർട്ട് ഫോൺ. ഈ പറഞ്ഞ കണക്ക് ഒരു 5849 രൂപയുടെ ഫോണാണെന്ന് പറയുകയില്ല. ഒരു ക്വാളിറ്റി ഫീൽ ചെയ്യുന്ന ഒറ്റ നോട്ടത്തിൽ പ്ലാസ്റ്റിക് ബോഡിയാണ്. ഒബ്വിയസ്ലി ഈ പ്രൈസ് റേഞ്ചിൽ നമുക്ക് ഗ്ലാസ് ബോഡിയൊന്നും വരില്ല. എന്നാലും ഒരു ഡീസൻറ്റ് ക്വാളിറ്റി, എസ്പെഷ്യലി നമ്മൾ ഈ ബാക്കിൽ ഇങ്ങനെ ടച്ച് ചെയ്യുമ്പോൾ നമുക്കറിയാം. പിന്നെ ചില ഫോണുകളിൽ ഒരു ഹോളോ ഫീൽ ചെയ്യും, അതില്ല. അതുപോലെ ബാക്ക് സൈഡിലായിട്ട് 2 ക്യാമറകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു LED ഫ്ലാഷ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് റെഡ്മി എന്ന് ബാഡ്ജ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഗ്രിപ്പി ഫീലാണ് ഇതിന്റെ ബാക്ക് സൈഡിൽ കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ ചെറിയ ചെറിയ ഡോട്ടഡ് പോലെ നമുക്ക് അറിയാൻ പറ്റും, ടെക്സ്ചർ ഉണ്ട്. അതുകൊണ്ട് തന്നെ കയ്യിൽ നിന്ന് തെന്നി പോകത്തുമില്ല. അതുപോലെ ഈ ഫിംഗർ പ്രിന്റ് ഒന്നും പതിയില്ല. ഫോണിന്റെ ബാക്ക് സൈഡ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ പറ 5849 രൂപയുടെ ഒരു സ്മാർട്ട് ഫോൺ ആണെന്ന് തോന്നുന്നു? ഇല്ല അല്ലേ? ആ ഒരു ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് എന്തായാലും. ഫ്രണ്ടിൽ മാത്രമല്ല കാര്യം, മൊത്തം ഫോണിന്റെ ബാക്കി കാര്യങ്ങളും എല്ലാം നമ്മൾ നോക്കണമല്ലോ. വലത് സൈഡിലായിട്ട് ഇതുപോലെ വോളിയം റോക്കേസും പവർ ബട്ടണും ഉണ്ട്. താഴെ 3.5mm ഓഡിയോ ജാക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഇവിടെ മൈക്രോ USB പോർട്ടാണ്. ടൈപ്പ് സി ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയേനെ. ഇവിടെ മൈക്രോഫോൺ കൊടുത്തിട്ടുണ്ട്. ഇടത് സൈഡിലായിട്ടാണ് സിം ട്രേ. മുകളിലായിട്ട് സ്പീക്കർ വെന്റ് പോലെ ഒരു ഏരിയ കൊടുത്തിട്ടുണ്ട്. പക്ഷേ സ്പീക്കർ ഔട്ട് മുകളിലാണോ എന്നുള്ള കാര്യം നമുക്ക് ചെക്ക് ചെയ്യണം. ഇനി ഇതിന്റെ ആ ഒരു സിം ട്രേ ടൈപ്പ് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഉറപ്പാണ് ഇതിനകത്ത് ട്രിപ്പിൾ കാർഡ് സ്ലോട്ട് ആയിരിക്കും. യെസ്, ട്രിപ്പിൾ കാർഡ് സ്ലോട്ട് തന്നെയാണ്. അതായത് ഒരേ സമയം നമുക്ക് 2 നാനോ സിം കാർഡുകളും ഒരു മെമ്മറി കാർഡ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ഒരുമിച്ച് തന്നെ ഉപയോഗിക്കാം. ഇനി നമുക്കൊന്ന് ഫോൺ ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. ഫോൺ ഓൺ ചെയ്യുമ്പോൾ ഷവോമിയുടെ ലോഗോ കാണിക്കുന്നുണ്ട്, പവർഡ് ബൈ ആൻഡ്രോയിഡ് എന്ന് എഴുതി കഴിയുന്നു. അപ്പോൾ നമ്മൾ ഈ ഒരു ഫോണിന്റെ ഇനിഷ്യൽ സെറ്റപ്പ് ഒക്കെ ചെയ്ത് കഴിഞ്ഞു. ഈ ഫോണിന്റെ ഡിസ്പ്ലേ കണ്ടാലും സത്യം പറയാലോ 5849 രൂപയ്ക്ക് വാല്യൂ ഫോർ മണിയാണ് എടുത്ത് പറയാം. ഞാൻ എപ്പോഴും ഈ 5849 എന്നുള്ള ഇനി ഈ വീഡിയോയിൽ മുഴുവൻ കൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഓർമ്മിച്ച് നോക്കട്ടെ. അപ്പോൾ ഇതിന്റെ ഡിസ്പ്ലേ കണ്ടില്ലേ, സാധാരണ 10,000 രൂപയിൽ റേഞ്ചിൽ താഴെയുള്ള ഫോണുകളുടെ ഡിസ്പ്ലേ പോലെ അങ്ങ് ഭയങ്കര ക്വാളിറ്റി കുറഞ്ഞൊരു ഡിസ്പ്ലേ നമുക്ക് ഇതിനെ എഴുതിത്തള്ളാനാവില്ല. ഒരുവിധം ക്വാളിറ്റി ഉണ്ട്. എസ്പെഷ്യലി ആ ഒരു വ്യൂയിങ് ആംഗിളൊന്നും വലിയ തകരാറൊന്നുമില്ല. ചില 10,000 രൂപയിൽ താഴെ വിലക്കുറവുള്ള സ്മാർട്ട് ഫോണുകളുടെ ഡിസ്പ്ലേ ഒരുമാതിരി ബ്ലീച്ച് ആയിട്ടിരിക്കുന്ന ഒരു ഫീൽ പലപ്പോഴും കാണാറുണ്ട്. ഇവിടെ അത്രയ്ക്കൊന്നും കുഴപ്പമില്ല. ഡിസ്പ്ലേ ഈ പ്രൈസ് റേഞ്ചിൽ ഓക്കെയാണ്, ഒരു കുറ്റവും ഡിസ്പ്ലേക്ക് പറയാനില്ല. പക്ഷേ നമുക്ക് കണ്ടാൽ അറിയാം, ഇവിടെ വാട്ടർ ഡ്രോപ്പ് നോച്ചാണ്. ഈ പ്രൈസ് റേഞ്ചിൽ പഞ്ച് ഹോൾ വരില്ല. എങ്കിൽ കൂടി എനിക്ക് പേഴ്സണലി വാട്ടർ ഡ്രോപ്പ് അത്ര ഇഷ്ടമല്ല. അതുപോലെ എടുത്ത് പറയേണ്ട കാര്യം, ഈ ചിഹ്നം അറിയപ്പെടുന്ന ഏരിയ ഒക്കെ അതൊരു എബോ ആവറേജ് സൈസാണ്. അതുപോലെ ഫോണിന്റെ ഡിസ്പ്ലേക്ക് ചുറ്റുമുള്ള ഈ ബെസലിനും ഒരു അല്പം കട്ടി കൂടുതലായിട്ട് ഈ ഒരു കറുത്ത ബോർഡർ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടെന്ന് ഓർമ്മിക്കട്ടെ. ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഡിസ്പ്ലേ കുറിച്ച് പറഞ്ഞാൽ 6.52 ഇഞ്ചിന്റെ HD+ റെസൊല്യൂഷൻ ആണ് ഫോണിന് നൽകിയിരിക്കുന്നത്. അതുപോലെ 120 ഹെഡ്സിന്റെ റിഫ്രഷ് റേറ്റ് അല്ല, ടച്ച് സാമ്പിളിംഗ് റേറ്റ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് കൊടുത്തിട്ടുണ്ട്. മാക്സിമം ബ്രൈറ്റ്നസ് എന്ന് പറയുന്നത് 400 നിറ്റ്സ് ആണ്. അപ്പൊ 400 നിറ്റ്സ് ഓക്കെയാണ്. ഓക്കെ, ഇൻഡോർ യൂസിന് ഓക്കെയാണ്. ഔട്ട്ഡോറിൽ ഒരു ഭയങ്കര വിസിബിലിറ്റി ഒന്നും കിട്ടില്ലെങ്കിലും കുഴപ്പമില്ലാത്ത ഒരു മാക്സിമം ബ്രൈറ്റ്നസ് 400 നിറ്റ്സ് തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഈ ഷൂട്ടിങ്ങിന്റെ ആവശ്യമായിട്ട് കണ്ടില്ല, ഒരു അല്പം കുറച്ച് വെക്കുകയാണ്. അപ്പോൾ അതാണ് എന്റെ കാര്യം. ഡിസ്പ്ലേ തരക്കേടില്ലാത്ത ഒരു ഡിസ്പ്ലേ തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. ഇനി ഇതിന്റെ ഡിസൈൻ വൈസ് നോക്കിക്കഴിഞ്ഞാൽ 9.09 മില്ലിമീറ്റർ ആണ് ഈ ഒരു ഫോണിന്റെ തിക്നെസ്. അപ്പോൾ തിക്നെസിനെ കുറിച്ച് പറഞ്ഞാൽ തിക്നെസ് ഉണ്ട്, തിക്നെസ് കുറവൊന്നുമല്ല, തിക്നെസ് ഉണ്ട്. അതുപോലെ വെയിറ്റും 192 ഗ്രാം ഉണ്ട്. ഓക്കെ, വെയിറ്റ് ഓക്കെയാണ്. കയ്യിലൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ കണ്ടില്ലേ, അതിന്റെ ഒരു ഇൻഹാൻഡ് ഫീൽ ഒക്കെ ഓക്കെ ആണ്. നമുക്ക് കുഴപ്പമില്ലാത്ത ഒരു ഫീല് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ കയ്യിൽ പിടിക്കുമ്പോൾ നൽകുന്നുണ്ട്. ഈ ഒരു ഫോണിനകത്ത് ബ്ലൂടൂത്ത് വെർഷൻ 5 ആണ്, കുറച്ച് ഓൾഡർ ആണ് ആ ഒരു വെർഷൻ 5 ആണ്. ഇപ്പോൾ 5.2 5.3 ഒക്കെ വരുന്ന ഫോണുകളുണ്ട്. അതുപോലെ ഇതിനകത്തുള്ള വൈഫൈയെ കുറിച്ച് പറഞ്ഞാൽ ഡ്യുവൽ ബാൻഡ് വൈഫൈയുടെ സപ്പോർട്ട് ഇല്ല. 2.4 GHz വൈഫൈ സപ്പോർട്ട് മാത്രമേ ഉള്ളൂ. നമ്മൾ വൈഫൈ 5 GHz വൈഫൈ യൂസ് ചെയ്യുന്നെങ്കിൽ ഇതിനകത്ത് 5 GHz വൈഫൈ സപ്പോർട്ട് ചെയ്യില്ല എന്നുള്ള ഓർക്കണം. ഇതൊരു 4G സ്മാർട്ട് ഫോൺ ആണ്. 5G ഒന്നും ഈ പ്രൈസ് റേഞ്ചിൽ ഇതുവരെ നമ്മുടെ ഇന്ത്യയിലേക്ക് വന്നിട്ടുമില്ല. ഇനി ഈ ഒരു ഫോണിന്റെ പെർഫോമൻസ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ മീഡിയടെക്കിന്റെ ഹീലിയോ A22 എന്ന് പറയുന്ന പ്രോസറാണ് ഈ ഒരു ഫോണിന് കരുത്ത് പകരുന്നത്. അതൊരു വലിയ പ്രോസർ ഒന്നുമല്ല, ഒരു എൻട്രി ലെവൽ പ്രോസർ മാത്രമാണ് ഹീലിയോ A22. അപ്പോൾ ഇതിനകത്ത് വന്നിട്ട് PUBG കളിക്കണം എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ നടക്കില്ല. സബ്വേ സർഫേഴ്സ് അങ്ങനെയൊക്കെയുള്ള ഗെയിമുകൾ,
ടെമ്പിൾ റൺ അങ്ങനെയൊക്കെയുള്ള ഗെയിം ഈ ഒരു ഫോണിനകത്ത് ഈസി ആയിട്ട് കളിക്കാൻ സാധിക്കുകയും ചെയ്യും. ഓർക്ക് ഇത് ഗെയിം കളിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോൺ അല്ല, ഡേ ടു ഡേ ആക്ടിവിറ്റീസ് നല്ല രീതിയിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോണാണ്. ഇപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ഇമെയിൽ ഓപ്പൺ ചെയ്യാറില്ല, അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ഒന്നും വലിയ ഡിലേ ലാഗോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പോൾ മ്യൂസിക് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്നു ഉണ്ടല്ലോ, ലാഗൊന്നും അങ്ങനെ ഇതുവരെ നിലവിൽ ഫീൽ ചെയ്യുന്നില്ല. സാധാരണ ഒരു ഡേ ടു ഡേ ആക്ടിവിറ്റി ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു സ്മാർട്ട് ഫോണാണിത്. ഓർക്ക് ഇതിനകത്ത് 2GB LPDDR4X റാമും 32GB ഇന്റൽ മെമ്മറിയാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ 2GB റാമേ ഉള്ളൂ, മിനിമം ഒരു 3GB എങ്കിലും കൊടുക്കാമായിരുന്നു ഒരു അഭിപ്രായമുണ്ട്. അതുപോലെ 32GB ഇന്റൽ മെമ്മറി വളരെ കുറവാണ്. അപ്പോൾ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഒന്നും ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റില്ല. ഒരുപാട് ആപ്ലിക്കേഷൻസ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇതിനകത്ത് മെമ്മറി ഫുൾ എന്നുള്ള ഓപ്ഷൻ കാണിക്കും എന്നുള്ള കാര്യം സംശയമില്ല. പക്ഷേ നമുക്ക് ഈ എക്സ്റ്റേണൽ മെമ്മറി കാർഡ് സിം കാർഡ് ട്രേ വഴി ഇടാൻ സാധിക്കുന്നതുകൊണ്ട് തന്നെ മെമ്മറി എക്സ്പാൻഷൻ സാധിക്കും എന്നുള്ളത് കൊണ്ട് ഒരു ആശ്വാസമുണ്ട്. ഇനി ക്യാമറയെ കുറിച്ച് പറഞ്ഞാൽ ഫോണിന്റെ ബാക്ക് സൈഡിലായിട്ട് 2 ക്യാമറയാണ്. 8 മെഗാ പിക്സലിന്റെ ഒരു പ്രൈമറി ക്യാമറയും 2 മെഗാ പിക്സലിന്റെ ഒരു AI സെൻസറുമാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ അത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിന്റെ ഒരു ക്വാളിറ്റിയെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമില്ല, ഈ പ്രൈസ് റേഞ്ചിൽ ഓക്കെ ആയിട്ടുള്ള ഒരു ക്വാളിറ്റി ഇതിന്റെ ക്യാമറ നൽകുന്നുണ്ട്. അപ്പോൾ സെൽഫിയും ഈ ഒരു ഇൻഡോർ ലൈറ്റിംഗിൽ വലിയ തരക്കേടൊന്നും പറയാനില്ലാത്ത സെൽഫി, ഈ പ്രൈസ് റേഞ്ചിൽ ഒരു കുറ്റവും ക്യാമറയെ നമുക്ക് പറയാനില്ല. അതുപോലെ ഫോണിന്റെ വീഡിയോ ഡിപ്പാർട്ട്മെന്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ബാക്കിൽ ഇത്തരത്തിൽ മാക്സിമം 1080p 30 ഫ്രെയിംസ് പെർ സെക്കൻഡ് വരെയുള്ള വീഡിയോകളും അതുപോലെ ബാക്ക് ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മാക്സിമം 1080p 30 ഫ്രെയിംസ് പെർ സെക്കൻഡ് വരെയുള്ള വീഡിയോകളുമാണ് ഷൂട്ട് ചെയ്യാൻ സാധിക്കുന്നത്. ഈ ഒരു ഫോണിന്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് സോഫ്റ്റ്വെയർ ആണ്. ഇതിനകത്ത് സ്റ്റോക്ക് ആൻഡ്രോയിഡ് ആണ്, അതായത് ആൻഡ്രോയിഡിന്റെ ലേറ്റസ്റ്റ് വെർഷൻ ആൻഡ്രോയിഡ് ഗോയിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ലൈറ്റർ ആയിട്ടുള്ള വെർഷനാണ് ആൻഡ്രോയിഡ് ഗോ. പക്ഷേ ആൻഡ്രോയിഡ് ഗോ ആണെങ്കിൽ പോലും നമുക്ക് ആൻഡ്രോയിഡ് 12 ആണ് ലഭിക്കുന്നത്. അപ്പോൾ അത് ഒരു ഹൈലൈറ്റ് തന്നെയാണ്. ആൻഡ്രോയിഡ് ഗോ ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ ഗൂഗിൾ മാപ്പ് പോലുള്ള ആപ്ലിക്കേഷനൊക്കെ എടുത്തു കഴിയുമ്പോൾ അതിൻ്റെയൊക്കെ ലൈറ്റർ വെർഷൻ ആയിട്ടുള്ള ഗൂഗിൾ മാപ്പ് ഗോ ഒക്കെ ആയിരിക്കും ഇതിനകത്ത് കിട്ടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇത് കണ്ടില്ല, ഇപ്പോൾ ഇവിടെ ഗാലറിയിൽ ഗോ എന്ന് പറയുന്ന ഓപ്ഷൻ കാണിക്കുന്നുണ്ട്, ഗൂഗിളിനകത്ത് ഗോ എന്ന് പറയുന്ന ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇൻസ്റ്റാൾഡ് ആയിട്ട് വരുന്ന ആപ്ലിക്കേഷൻസിനകത്ത് ബ്ലോട്ട് വേസുകളൊന്നുമില്ല. സാധാരണ ഷവമിയുടെ ഫോണുകൾ പോലെ ഒരൊറ്റ ബ്ലോട്ട് വേസുകൾ പോലും ഇല്ല. കാരണം അതിനകത്ത് അധികം ആപ്ലിക്കേഷൻ കുത്തി നിറയ്ക്കാൻ പറ്റുന്ന ഒരു ഫോണും അല്ല. അതാണ് ഇതിന്റെ ഒരു ഹൈലൈറ്റ്. അപ്പോൾ ഒരു സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് എന്തായാലും ഈ ഒരു ആൻഡ്രോയിഡ് ഗോ 12 വെർഷനിലൂടെ നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ ഇതിന്റെ ബാറ്ററിയെ കുറിച്ച് പറഞ്ഞാൽ 5000 mAh ബാറ്ററിയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. അത് ഡീസന്റ് ആണ്. പക്ഷേ ചാർജിങ്ങിന് നമ്മൾ നേരത്തെ കണ്ടതുപോലെ 10 വാട്ടിന്റെ ചാർജർ ആണ് നൽകിയിരിക്കുന്നത്. അതൊരു 15 വാട്ട് അല്ലെങ്കിൽ ഒരു 18 വാട്ടൊക്കെ കൊടുത്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ നല്ലതായെന്ന് തോന്നുന്നു. കാരണം 5000 mAh ബാറ്ററി 10 വാട്ട് ഉപയോഗിച്ചുകൊണ്ട് ചാർജ് ചെയ്യാൻ നല്ല ടൈം എടുക്കും. പക്ഷേ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ചാർജിന് ഫോൺ ഇട്ടിട്ട് കിടന്ന് ഉറങ്ങുന്നവരാണെങ്കിൽ ഒന്നും പേടിക്കേണ്ട, രാവിലെ ആകുമ്പോഴത്തേക്കും റെഡി ആയിരിക്കും ഫോണിന്റെ ചാർജിങ് സൈഡ്. ഈ ഒരു ഫോണിന്റെ സൗണ്ട് ക്വാളിറ്റി കൂടി നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഇതിൻ്റെ ആ ഒരു സ്പീക്കർ ഔട്ട് മുകളിലാണ്. സാധാരണ ബോട്ടം ഫയറിങ്ങിലാണ് സ്പീക്കർ പല മോണോ സ്പീക്കർ ഫോണുകളിലും വരുന്നത്. പക്ഷേ ഇവിടെ മുകളിലോട്ടാണ് ആ ഒരു സ്പീക്കറിൻ്റെ പൊസിഷൻ നൽകിയിരിക്കുന്നത്. പക്ഷേ സൗണ്ട് ക്വാളിറ്റി ഒരു ഭയങ്കര വോളിയം അവകാശപ്പെടാനില്ല, നോർമൽ വോളിയം മാത്രമേ ഉള്ളൂ. അതുപോലെ ക്വാളിറ്റിയും ഈ പ്രൈസ് റേഞ്ചിൽ ഓക്കെ ആണെന്ന് മാത്രം പറയട്ടെ. അതുപോലെ ഫോണിൻ്റെ വീഡിയോ ക്വാളിറ്റിയും തരക്കേടില്ല, ഈ പ്രൈസ് റേഞ്ചിൽ ഓക്കെയാണ്. ഒരുപാടൊന്നും പ്രതീക്ഷിക്കേണ്ട. എന്നാലും ഈ ഒരു വ്യൂയിങ് ആംഗിളൊന്നും വലിയ കുഴപ്പങ്ങളൊന്നും പറയാനില്ല. ഈ പ്രൈസ് റേഞ്ചിൽ തരക്കേടില്ലാത്ത ഒരു വീഡിയോ ക്വാളിറ്റി എന്ന് മാത്രം വിശേഷിപ്പിക്കാം. അപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോൺ ബ്ലാക്ക്, ലൈറ്റ് ബ്ലൂ, ലൈറ്റ് ഗ്രീൻ എന്നീ 3 നിറങ്ങളാണ് വരുന്നത്. നമ്മൾ പരിചയപ്പെട്ട ലൈറ്റ് ഗ്രീൻ കളറാണ്. അപ്പോൾ ഈ ഒരു ഫോണിൻ്റെ ആക്ച്വൽ വില എന്ന് പറയുന്നത് 6499 രൂപയാണ്. പക്ഷേ ഇപ്പോൾ ദീപാവലി ഓഫറിൽ നമുക്കിത് 5849 രൂപയ്ക്ക് വാങ്ങാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോൺ ആർക്കാണ് സ്യൂട്ട് ആവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ള അച്ഛൻ, അമ്മ, കാര്യം അവരൊന്നും അധികം സോഷ്യൽ മീഡിയ ഉപയോഗിക്കാത്തവരായിരിക്കും, അത്തരക്കാർക്ക്. അതുപോലെ സ്മാർട്ട് ഫോണിനകത്ത് ഒരുപാട് ഗെയിം കളിക്കാത്തവർക്ക്, അതുപോലെ ഒരു സ്മാർട്ട് ഫോൺ വാങ്ങാൻ 6000 രൂപയിൽ കൂടുതലായിട്ട് മുടക്കില്ല എന്നുള്ളവർ തീർച്ചയായിട്ടും ഈ ഒരു സ്മാർട്ട് ഫോൺ പരിഗണിക്കാം. ഒരുപാട് പ്രതീക്ഷകൾ പുലർത്താതെ, കാര്യം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരുപാട് പ്രതീക്ഷകൾ നമുക്ക് പുലർത്താനാവില്ല. അപ്പോൾ ഒരുപാട് പ്രതീക്ഷകൾ വെക്കാതെ നമുക്ക് 5849 രൂപ കൊടുത്തുകൊണ്ട് വാങ്ങാൻ പറ്റുന്ന ഒരു മികച്ച സ്മാർട്ട് ഫോൺ തന്നെയാണ് Redmi A1.